നമസ്കാരം. ഷൂൾസ് വേൺ എന്ന വിഖ്യാത ഫ്രഞ്ച് എഴുത്തുകാരന്റെ 20,000 ലീഗ്സ് അണ്ടർ ദ സീ എന്ന നോവലാണ് ഈ ചാനലിലൂടെ അടുത്തായി അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അറൌണ്ട് ദി വേൾഡ് ഇൻ 80 ഡേയ്സ് നമ്മൾ ഓൾറെഡി അവതരിപ്പിച്ചു കഴിഞ്ഞു. പൂർണ്ണമായും ഭാവനാ സൃഷ്ടികളാണ് ഷൂൾസ് വേണിന്റെ നോവൽസ് എന്ന് പറയുന്നത്. മെക്ലീന്റെ നോവൽസ് എന്ന് പറയുമ്പം അനുഭവങ്ങളും ഭാവനയും ഇടകലർന്നു വരുന്നു. അറൌണ്ട് ദി വേൾഡ് ഇൻ 80 ഡേയ്സ് ആ കാലത്ത് സംഭവിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അത് അദ്ദേഹം എഴുതിയതിനു ശേഷം പലരും നടപ്പിലാക്കി. അതേസമയം 20,000 ലീഗ്സ് അണ്ടർ ദ സീ, ലീഗ് എന്ന് പറയുന്നത് പഴയ ഒരു ഫ്രഞ്ച് യൂണിറ്റ് ആണ്. ഏകദേശം 4 കിലോമീറ്റർ ആണ് ഒരു ലീഗ് എന്ന് പറയുന്നത്. അപ്പൊ 20,000 ലീഗ് എന്ന് പറയുമ്പോൾ 80,000 കിലോമീറ്റേഴ്സ്, അതായത് ഭൂമിയെ 2 വലം വെക്കാനുള്ള ദൂരം. 160 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമായിട്ടാണ് ഷൂൾസ് വേൺ ഇത് വിവരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സംഭവിച്ചേക്കാം, കാരണം ഇന്ന് ഉള്ള ന്യൂക്ലിയർ സബ്മറൈൻസ് അതിന് കേപ്പബിൾ ആണ്. പക്ഷെ അന്ന് അത്തരം ഒരു സബ്മറൈൻ അവൈലബിൾ അല്ല. ഈ നോവലിൽ നോട്ടിലസ് എന്ന ഒരു സബ്മറൈൻ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഇലക്ട്രിക് സബ്മറൈൻ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇലക്ട്രിക് സബ്മറൈൻ എന്നത് അന്നും ഇന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് സത്യം. 1869 അദ്ദേഹം ഈ നോവൽ എഴുതി തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ അതൊരു ഫ്രഞ്ച് ഫോർട്ട് നൈറ്റ്ലിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിനുശേഷം 1871 അത് പുസ്തകമായും പ്രസിദ്ധീകരിക്കപ്പെട്ടു. ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണിത്. 1866 കടലിൽ കാണപ്പെടുന്ന ഒരു ഭീകരജീവി, അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥയുടെ തുടക്കം. വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ആ ജീവി ഒരിക്കൽ ഇന്ത്യൻ ഓഷനിൽ കാണപ്പെട്ട് 3 ദിവസം കഴിയുമ്പോഴേക്കും പസഫിക് ഓഷനിലെത്തുന്നു. അന്നത്തെ കാലത്ത് അത്രയും വേഗത എന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ആ ജീവിയുടെ ആക്രമണത്തിൽ ചില കപ്പലുകൾ തകരുന്നു. US ഗവൺമെന്റ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി എബ്രഹാം ലിങ്കൻ എന്ന ഒരു നേവി യുദ്ധക്കപ്പലിനെ അയക്കുന്നു. US ഗവൺമെന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഫ്രഞ്ച് മറൈൻ ബയോളജിസ്റ്റ് പിയറി എർനാക്സ് എന്ന വ്യക്തിയെയും കൂടാതെ ഒരു കനേഡിയൻ തിമിംഗല വേട്ടക്കാരൻ നെഡ് ലാൻഡ് എന്ന വ്യക്തിയെയും ആ കപ്പലിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. നെഡ് ലാൻഡിനെ ക്ഷണിക്കുന്നതിന്റെ ഉദ്ദേശം ആ ജീവിയെ വേട്ടയാടുന്നതിനും പിയറിയെ ക്ഷണിക്കുന്നത് ആ ജീവിയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും. പിന്നീട് അങ്ങോട്ട് എബ്രഹാം ലിങ്കൻ എന്ന യുദ്ധക്കപ്പൽ ആ ജീവിയെ അന്വേഷിച്ച് നടത്തുന്ന യാത്രയും അതിനെ കണ്ടുമുട്ടിയതിനു ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളും, അതാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. ഇത് വളരെ വലിയൊരു നോവലാണ്. അത് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വീഡിയോ വളരെയധികം ലെങ്തി ആയിരിക്കും. പക്ഷേ ഈ ബുക്ക് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ആ ഒരു നോവൽ 2 പാർട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് പാർട്ട് 25-ാം തീയതി ശനിയാഴ്ചയും സെക്കൻഡ് പാർട്ട് മെയ് 2-ാം തീയതി ശനിയാഴ്ചയും കാണാവുന്നതാണ്. താങ്ക് യു.